പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെ കേൾക്കുവാനും അനുസരിക്കുവാനും പഠിപ്പിക്കുന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. റോമർ 8:15 നമ്മൾ വായിക്കുന്നു, നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കേൾക്കുക. നമുക്കറിയാം, ഈശോ എപ്പോഴും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് അങ്ങനെയാണ് പിതാവിൻ്റെ സ്വരം ഈശോ കേട്ടുകൊണ്ടിരുന്നത്. ഒരു കൂട്ടായ്മയിലൂടെയാണ് ദൈവസ്വരം നമ്മൾ തിരിച്ചറിയേണ്ടത്. കൂട്ടായ്മയിലൂടെയാണ് ദൈവം സംസാരിക്കുക. അതുകൊണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തു തന്ന കൂട്ടായ്മയുണ്ട്. ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായി യോജിപ്പോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്വരം കേൾക്കാൻ കഴിയും. ദൈവം തന്ന മക്കളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവസ്വരം കേൾക്കാൻ കഴിയും. നമ്മുടെ കുടുംബ പ്രാർത്ഥന ദൈവസ്വരം കേൾക്കുന്ന വേദിയാണ്. ഒരു ഹൃദയത്തോടെ യോജിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തെറ്റാത്ത സ്വരം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടെ ദൈവം തന്നിരിക്കുന്ന കൂട്ടായ്മയെ ബോധപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കുടുംബത്തിലെ അംഗങ്ങളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. കുടുംബം ദൈവം തന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതുപോലെ ദൈവം തന്നിരിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് സഭ. അതുകൊണ്ട് സഭയുടെ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പോട്ടയിലെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിലും ഡിവൈയിലെ ശുശ്രൂഷ കാലഘട്ടത്തിലുമെല്ലാം ഒരു ശുശ്രൂഷകനായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പാവുണ്ണി. അദ്ദേഹം ഈ ചാലക്കുടിയിൽ മീനിൻ്റെ ഹോൾസെയിൽ വ്യാപാരം നടത്തുന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ബഹുമാനപ്പെട്ട നായ്ക്കപ്പറമ്പ് അച്ഛൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, കാര്യം പാവുണ്ണി പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പള്ളിയുമൊക്കെ പോകുന്നുണ്ട്, പക്ഷേ സഭയുടെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയുടെ ഒരു പ്രബോധനമാണ് ഞായറാഴ്ച വിശുദ്ധമായിട്ട് ആചരിക്കുക എന്നത്. അതുകൊണ്ട് ഞായറാഴ്ച ഈ ചാലക്കുടിയിൽ ഹോൾസെയിൽ കച്ചവടം നടത്തുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു, മീൻ കച്ചവടം ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. തന്നെയുമല്ല, പുള്ളി ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അച്ഛൻ്റെ അടുക്കൽ ചെന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, അത് സഭയുടെ പ്രമാണത്തിനെതിരാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛാ, ഏതാണ്ട് 1800-1800 കച്ചവടക്കാരും മീൻ കച്ചവടക്കാർ ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് അത് വേണ്ട എന്ന് വെച്ചാൽ ശരിയായില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, അതൊന്നും ഇയാളെ ഏൽപ്പിച്ചിട്ടില്ല. ഇയാൾ ദൈവത്തിന് സ്വരം കേട്ട് മുന്നോട്ട് പോകുക, സഭയുടെ പ്രമാണത്തെ അനുസരിക്കുക. 2 വർഷം മുമ്പ് അദ്ദേഹം ഞായറാഴ്ചയുള്ള മീനിൻ്റെ ഹോൾസെയിൽ വ്യാപാരം നിർത്തിവെച്ചു. ഇപ്പോഴും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം പിന്നോട് പറയുകയാണ്, കാണുമ്പോഴൊക്കെ എന്നോട് പറയും, ആ ഒരു തീരുമാനമെടുത്തതിന് ശേഷം എന്തെന്നില്ലാത്തൊരു സമാധാനം, എന്തെന്നില്ലാത്തൊരു അനുഗ്രഹം, എന്തെന്നില്ലാത്തൊരു ശാന്തി എനിക്കുണ്ട്, എൻ്റെ കുടുംബത്തിനുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളുടെ കാര്യങ്ങളിൽ തന്നെ തീരുമാനമെടുക്കാനായിട്ട് സഭയുടെ ഈ പ്രമാണം അനുസരിക്കാൻ തയ്യാറായപ്പോൾ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുകയാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന കൂട്ടായ്മയാണ് ഇതാ ആ സഭയുടെ പ്രബോധനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ എപ്പോഴും പിതാവിൻ്റെ സ്വരം കേട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന് സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യം, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ത് പറയുന്നു നമ്മൾ അതിലേക്കാണ് നോക്കേണ്ടത്. മനുഷ്യർ എന്ത് പറയുന്നു എന്ന കാര്യം നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. ദൈവം എന്ത് പറയുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. ഞാനിതാ ഹൃദയത്തിന് കവാടത്തിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. ഇതാ ഈ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ആ ഹൃദയത്തിലിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിക്കുക, ഹൃദയത്തിലേക്ക് നോക്കുക. നമ്മുടെ തലയിലേക്കല്ല നോക്കേണ്ടത്. നമ്മുടെ തലയിൽ നിരവധിയായ അനുഭവങ്ങൾ കിടപ്പുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നൽകിയിട്ടുള്ള അനുഭവങ്ങളാണ്. ഈശോ അതിലേക്ക് നോക്കിയില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു അത് ഈശോ നോക്കിയില്ല. പിതാവ് എന്ത് പറയുന്നു അതാണ് ഈശോ ശ്രദ്ധിച്ചിരുന്നത്. പിതാവിനെ കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം. എഫേസൂസ് 4:14 നമ്മൾ വായിക്കുന്നില്ലേ, സ്വർഗത്തിനെയും ഭൂമിയുടെയും എല്ലാ പിതൃത്വങ്ങളുടെയും നാമകാരനായ പിതാവിന് മുമ്പിൽ ഇതാ ഞാൻ മുട്ടുമേ നിൽക്കുന്നു. അപ്പൻ എന്ത് പറയുന്നു, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അരൂപിയിലൂടെ, ഈശോയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന യേശു നമ്മുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് പിതാവിൻ്റെ സ്വരം കേൾക്കുവാനുള്ള അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ വിവേചിച്ച് നമുക്ക് തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെ അനുസരിക്കുന്ന ആത്മാവാണ്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും പത്രോസിൻ്റെ സ്വഭാവം. പത്രോസ് ചഞ്ചലചിത്തനായ ഒരു മനുഷ്യനാണ്. ഏതൊരു വ്യക്തിയും പത്രോസിൻ്റെ ചരിത്രം വായിക്കുന്ന ഏത് വ്യക്തിയും പറയും, ഓ പത്രോസ് ചാഞ്ചല്യമുള്ള ഒരാളാണ്. പത്രോസ് പറഞ്ഞു, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അധികം താമസിയാതെ തന്നെ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പത്രോസ് ചാഞ്ചല്യമുള്ള ഒരു വ്യക്തിയാണ്. ഇതാണ് എല്ലാവരും പറയുന്നത്. പത്രോസും പറയും, ഞാനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈശോ പത്രോസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞു, പത്രോസേ നീ പാറയാണ്, നീ ഇളകാത്തവനാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പത്രോസിനെ ഇളകാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഈശോ, അങ്ങനെ ആയിരിക്കാനാണ് ഈശോ പത്രോസിനെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇളകുന്ന ഈ സ്വഭാവം പത്രോസിന് എവിടുന്ന് കിട്ടി? ഈ ലോകം പത്രോസിൻ്റെ തലയിൽ വാരിയിട്ടതാണ്. തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് പത്രോസിനുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് പത്രോസ് അങ്ങനെ ഒരു സ്വഭാവം രൂപപ്പെടുത്തിയെടുത്തത്. പ്രിയപ്പെട്ടവരെ, അത് ദൈവം കൊടുത്ത ഒന്നല്ല, ദൈവം നടാത്ത ചെടിയാണത്. അതുകൊണ്ട്
നമ്മുടെ തലയ്ക്കകത്തോട് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് എന്തെല്ലാം പറഞ്ഞു പ്രവർത്തിച്ചു, ഈ അനുഭവങ്ങളാണ് നമ്മുടെ തല നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ചിന്തകളെ നമ്മൾ വിശ്വസിക്കരുത്. ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. ഈശോ നമ്മോട് സംസാരിക്കുന്നു. പിതാവിൻ്റെ സ്വരം പരിശുദ്ധാത്മാവ് നമുക്ക് കേൾപ്പിച്ചു തരും. നമ്മൾ അതിലാണ് ഊന്നേണ്ടത്, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലല്ല. ഒരിക്കൽ പാപിനിയായൊരു സ്ത്രീയെ യഹൂദ പുരോഹിതന്മാരും ഫരിസേയ പ്രമാണികളും പിടിച്ച് ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ പറഞ്ഞു, ഇവളെ വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുകയാണ്, നിയമമനുസരിച്ച് അവളെ കല്ലെറിയേണ്ടതാണ്. ഫരിസേയ പ്രമാണികളുടെയും അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൻ്റെ അഭിപ്രായം അവളെ കല്ലെറിയണം എന്നതാണ്. അവളോട് ചോദിച്ചാൽ അവൾ പറയും, ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. ഈശോയുടെ അഭിപ്രായം അവൾ കല്ലെറിഞ്ഞ് ചാകേണ്ട വ്യക്തി അല്ല എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തല പറയും നമ്മൾ വിശ്വസിക്കരുത്, നമ്മുടെ ചിന്തകളെ നമ്മൾ വിശ്വസിക്കരുത്. ഇതാ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. ഇവിടെ ഇരിക്കുന്ന എത്രയോ വ്യക്തികൾ തലയ്ക്കകത്ത് ഇതാ കുറ്റബോധം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നീ എന്നതേക്കുമായി തകർന്നു നശിച്ചു എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരം, നിനക്കൊരു ഭാവിയില്ല എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വരം, അതല്ല നീയെ. നിന്റെ തലയിലെ അനുഭവങ്ങൾ അതാണ് ശരി എന്ന് നീ പറയരുത്. നിന്റെ അനുഭവങ്ങൾ ചുറ്റുമുള്ള ദുർബലരായ മനുഷ്യരുടെ അഭിപ്രായങ്ങളാണ്. നിന്റെ അനുഭവം എന്ന് പറയുന്നത് സാഹചര്യങ്ങളുടെയും ചുറ്റുപാടുകളുടെയും അഭിപ്രായങ്ങളാണ്, അതല്ല നീയെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം എന്ന് പറഞ്ഞു, അതാണ് നീയെ. ഈശോ എപ്പോഴും ഈ പിതാവിന് മുമ്പിലാണ് നിന്നിരുന്നത്. പിതാവ് എന്ന് പറയുന്നു, അതാണ് ഈശോ കേട്ടത്. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഇതാ തൻ്റെ പീഡാനുഭവത്തെ മുന്നിൽ കണ്ട ഈശോ, അത് റോമൻ പടയാളികളുടെയും യഹൂദ പുരോഹിതന്മാരുടെയും പ്രവൃത്തിയായിട്ടല്ല ഈശോ അതിനെ കാണുന്നത്. ഇത് പിതാവിന് തിരുവിഷ്ടമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തെ കേൾക്കുവാൻ, ദൈവം എന്ന് പറയുന്നു അത് സ്വീകരിക്കുവാൻ, അതനുസരിക്കുവാൻ നമ്മൾ പിതാവിൻ്റെ മുമ്പിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? ഇതാ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് വിടർന്ന ചിന്തയുടെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. നീ ഒരു ചിന്തയുടെ അനുഭവങ്ങൾ കോരിയിട്ട ചിന്തയുടെ മേൽക്കുരയുടെ താഴെ ഇരിക്കാതെ സ്വർഗീയ പിതാവിന് മുമ്പിലേക്ക് നീ വരിക. നീ അപ്പനിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവരെയും, ഇതാ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നൽകിയ നിരവധിയായിട്ടുള്ള അനുഭവങ്ങളുടെ മേൽക്കുരയ്ക്ക് താഴെ ഇരിക്കുന്നവരാണ്. നമ്മുടെ തലയിൽ കിടക്കുന്ന ഈ അനുഭവങ്ങൾ മുഴുവനും തന്നെ ദുർബലരായ മനുഷ്യ വ്യക്തികൾ നമുക്ക് നൽകിയ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളുടെ മേൽക്കുരയ്ക്ക് താഴെയാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്വർഗീയ പിതാവിൻ്റെ മേൽക്കുരയുടെ താഴേക്ക് വരിക. നീ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ താഴെ ഇരുന്നാൽ നമ്മുടെ ആകാശം വളരെ ചെറുതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സ്വർഗീയ പിതാവിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ഇതാ നിന്റെ ആകാശം വലുതാകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അനുഭവങ്ങളുടെ താഴെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒട്ടേറെ തളർത്തുന്ന ചിന്തകളും പ്രസ്താവനകളും ഒക്കെയായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വിധിയുടെ ഒരു താഴെ ഇരിക്കുന്ന അനുഭവമായിരിക്കും നമുക്കുണ്ടാകുക. എന്നാൽ നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ഈ ബൈബിളിലുള്ള നിരവധിയായ വാഗ്ദാനങ്ങളുടെ നക്ഷത്രങ്ങൾ മുഴുവനും ഇതാ തിളങ്ങി നിൽക്കുന്ന ഒരാകാശത്തിൻ്റെ കീഴിലായിരിക്കും നീ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിനെയും ഭൂമിയുടെയും എല്ലാ പിതൃത്വങ്ങളുടെയും നാമകാരനായ ഈ പിതാവിന് മുമ്പിൽ നീ നിൽക്കുക. 24 മണിക്കൂർ നീ ഓർക്കണം, നീ സ്വർഗീയ പിതാവിൻ്റെ പൈതലാണ് എന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ വായിക്കും, അബ്രാഹത്തിന് ദൈവം, ഇസഹാക്കിന് ദൈവം, യാക്കോവിൻ്റെ ദൈവം എന്ന്. എന്താണ് അബ്രാഹം അനുഭവിച്ചറിഞ്ഞ ദൈവം? അബ്രാഹം ദൈവത്തെ പിതാവായിട്ടാണ് അനുഭവിച്ചറിഞ്ഞതെങ്കിൽ ഇസഹാക്കിൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു പുത്രാനുഭവമാണ്. ഇസഹാക്കിൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു പുത്രാനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ പുത്രാനുഭവത്തിൻ്റെ ഒരു നിഴലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം എന്ന കാര്യം ഇസഹാക്കിൻ്റെ ചരിത്രം മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒന്ന്, ഇസഹാക്ക് ശരിക്ക് ഈ പുത്രാനുഭവം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. ഇസഹാക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൻ കൊടുത്തതൊക്കെ സ്വീകരിച്ച് അങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിച്ച ആളാണ് ഇസഹാക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസഹാക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആകപ്പാടെ ഇസഹാക്ക് ചെയ്തതായി ബൈബിൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസഹാക്ക് കുറച്ച് കിണർ കുഴിച്ചു എന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കിണർ കുഴിച്ച് പകുതി ആയപ്പോൾ ഇസഹാക്കിന് മനസ്സിലായി ഇത് പണ്ട് അപ്പം കുഴിച്ച കിണർ തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതും കൂടി ഇസഹാക്കിന് അവകാശപ്പെടാനില്ല. ഹല്ലേലൂയ. 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 ഈ പുത്രാനുഭവം ഉണ്ടല്ലോ, ഇതിൽ പങ്കുചേരാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അതുകൊണ്ട് മനുഷ്യൻ്റെ 1-ാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയുള്ള വിശ്രമ ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ട് സ്വീകരിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ് ഈ പുത്രാനുഭവം എന്ന് പറയുന്നത്. അതൊരു വിശ്രമ ജീവിതമാണ്. അത് ദൈവത്തിൽ വിശ്രമിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പൻ്റെ കയ്യിൽ എല്ലാം കണ്ട് കണ്ട് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ജീവിതമാണിത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കുക, ശരിക്കും നമുക്കൊരു പുത്രൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലിരിക്കുന്നത് മുഴുവനും ദൈവം നൽകിയതാണ് എന്ന ബോധമുണ്ടാകണം. ഇപ്പം തന്നെ നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം അപ്പം നൽകിയതാണ് എന്ന ചിന്തയാണോ നമുക്കുള്ളത്? നമ്മളിൽ പലരുടെയും മനസ്സിലുണ്ട്, ദൈവം ചിലതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചൊക്കെ എൻ്റെ മിടുക്കും സാമർഥ്യവും കഴിവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ ബുദ്ധിയുടെ ഭാഗമാണ്, എൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ കഴിവിൻ്റെ ഭാഗമാണ്, എൻ്റെ മിടുക്ക് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടാൽ നമ്മൾ ഒരു പുത്രനല്ലാതായി തീരുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അവയുടെ സൃഷ്ടാവ് ഉടമസ്ഥനുമാകുകയാണ്. അതുകൊണ്ട് പുത്രാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അപ്പന് വിട്ടുകൊടുക്കുന്ന ഒരു ജീവിതമാണ്. ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക, ഇതാണ് പുത്രാനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാൻ 17:10 നമ്മളിങ്ങനെ വായിക്കുന്നു, ഈശോ പറയുകയാണ്, ഇതാ എനിക്കുള്ളതെല്ലാം അപ്പൻ്റേതാണ്, അപ്പനുള്ളതെല്ലാം എൻ്റേതുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അപ്പൻ്റേതാണ്, അപ്പൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുത്രാനുഭവത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. പുത്രസ്വീകാര്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം, ഒരു അടിമത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, ഭയത്തിൽ നിന്നുള്ള ഒരു മോചനം, ഇത് പുത്രനുള്ള അനുഭവമാണ്.
അതുകൊണ്ട് ഒരു പുത്രൻ എന്ന നിലയിലുള്ള ഒരു ഹീലിങ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ അടിമത്തത്തിൻ്റെ ജയിലിൽ നിന്ന് നമ്മൾ വെളിയിൽ വരണം. ഭയത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അങ്ങനെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അപ്പനെ ഏൽപ്പിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് എൻ്റെ മിടുക്കാണ്, എൻ്റെ സാമർഥ്യമാണ് എന്ന് നീ പറയരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥാവകാശം നമ്മുടെ ഉള്ളിലിരുന്നാൽ അത് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധ കന്യാമറിയത്തിന് സ്തോത്രഗീതത്തിൽ മറിയം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവം അഹങ്കാരികളെ ചെതറിക്കുന്നു എന്ന്. ദൈവം അഹങ്കാരികളെ ചെതറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സാമ്പത്തികമായിട്ട് തകർന്ന ഒരു സഹോദരനുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നു. എനിക്കും എൻ്റെ തലമുറയിലുള്ളവർക്കും അടുത്ത തലമുറയ്ക്കും ജീവിക്കാനുള്ള സമ്പത്ത് സത്യത്തിൽ എൻ്റെ കൈവശമുണ്ടായിരുന്നു. ഞാനത് ഒന്നും കൂടി ഇരട്ടിയാക്കാൻ നോക്കി. ഇപ്പോൾ ഉള്ളത് മുഴുവനും പോയി. അങ്ങനെ ദൈവം എൻ്റെ സമ്പത്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സന്ദേശം ഇങ്ങനെയായിരുന്നു: ദൈവം നിന്റെ സമ്പത്ത് നശിപ്പിച്ചിട്ടില്ല, ദൈവം നശിപ്പിച്ചത് അഹങ്കാരമാണ്. നീ സമ്പത്തിൽ അഹങ്കരിച്ചിരുന്നു കൊണ്ട് അഹങ്കാരം നശിപ്പിച്ചപ്പോൾ സമ്പത്തും കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ സമ്പത്തിൽ അഹങ്കരിച്ചതുകൊണ്ട് ദൈവം എപ്പോഴും അഹങ്കാരത്തെ നശിപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നീ സമ്പത്തിൽ അഹങ്കരിച്ചിരുന്നത് കൊണ്ട് അഹങ്കാരത്തെ ദൈവം നശിപ്പിച്ചപ്പോൾ സമ്പത്തും കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു എന്ന് നീ പറയരുത്. നിന്റെ ആരോഗ്യത്തിൽ നീ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അഹങ്കാരത്തെയാണ് ദൈവം ഉടച്ചു കളഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് അടിയറ വയ്ക്കണം. സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മളിലെ അഹങ്കാരത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? ഒന്നാമതായി നാം ദൈവത്തിൻ്റെ പൈതലാകുക എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന വട്ടത്തിലുള്ള ഈ സമ്പത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത് മുഴുവനും നിൻ്റേതായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ആത്മീയ അനുഭവമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നിസ്സാരമായതിനെ നീ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത് മുഴുവനും നിൻ്റേതായി തീരും. അങ്ങനെയാണ് സാമ്പത്തിക മേഖലയിൽ നമുക്കൊരു സൗഖ്യം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടച്ച കൈകൾ യാനാപുരം പിടിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം ഇതാ നമുക്കിത് വിശ്വാസത്തോടെ പറയാൻ കഴിയും, കർത്താവ് തന്നതാണിതെല്ലാം. സർവ്വസമ്പത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവം തന്നെയാണ്. ദൈവത്തിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത്. ദൈവത്തിൽ നിന്നാണ് എല്ലാ നന്മകളും വരുന്നത്. അവനെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി
നന്മയുടെ ഉറവിടമായി, ഐശ്വര്യത്തിൻ്റെ ഉറവിടമായി നമുക്ക് കാണാൻ കഴിയട്ടെ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈവശം ഇരിക്കുന്നത് അപ്പൻ്റെ കയ്യിലേക്ക് നീ വെച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നീ വിശ്വാസത്തോടെ ഒന്ന് നോക്കിക്കേ, അപ്പൻ്റെ കയ്യിലിരിക്കുന്ന മുഴുവനും നിന്റേതായി തീരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധൂർത്തപുത്രന്റെ ചേട്ടനോട് അപ്പൻ പറഞ്ഞില്ലേ, മകനേ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്ക് കേൾക്കാൻ കഴിയണമെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്നതിൻ്റെ ഉടമസ്ഥാവകാശം നീ അപ്പൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ദൈവമേ, അവിടുത്തെ തിരുമനസ് പൂർത്തിയാകട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുക. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, മക്കൾ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈശോ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയിൽ മനോഹരമായ ഒരു വാചകമാണ് അവിടുത്തെ തിരുമനസ് പൂർത്തിയാകട്ടെ എന്ന വാചകം. പ്രിയപ്പെട്ടവരെ, അതൊരു പ്രാർത്ഥനാ വാചകത്തിന് അപ്പുറത്ത് അത് ഒരു വിജയത്തിൻ്റെ ജയഭേരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വിജയത്തിൻ്റെ കാഹളമാണ്. ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകട്ടെ. അതാണ് വിജയം, അതാണ് ഐശ്വര്യം, അതാണ് അഭിവൃദ്ധി. നമുക്കിത് പറയാനായിട്ട് കഴിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് രണ്ട് കാര്യങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെയും നമുക്കുള്ളവയെയും പിതാവിന് മുമ്പിലേക്ക് കൊടുക്കുക. നീ ഒരു മകൻ എന്ന് അവകാശപ്പെടുക. ദൈവ പൈതലിൻ്റെ ഈ അവകാശത്തിലേക്ക് നീ കടന്നു വരിക. നീ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് പറയുമ്പോൾ അപ്പൻ നിന്നെ ആലിംഗനം ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. ഇതാ അപ്പൻ്റെ കൈകൾ നിന്റെ മേലുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം അപ്പൻ്റെ കയ്യിൽ നിനക്ക് കാണാനായിട്ട് കഴിയും. ഇതാ ആ അപ്പൻ നിന്നെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാ പിതൃത്വങ്ങളുടെയും നാമകാരനായ പിതാവിന് മുമ്പിൽ നമുക്കായിരുന്നു കൊണ്ട് നമുക്ക് ഈ പിതാവിനെ വിളിക്കാം. അപ്പാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. ആബാ പിതാവേ. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് അങ്ങയുടെ തിരുമനസ്സ് എന്നിൽ പൂർത്തിയാകട്ടെ. ഭൂമിയാകട്ടെ അപ്പാ പൂർത്തിയാകട്ടെ. പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. ആബാ പിതാവേ. പ്രൈസ് ദി ലോർഡ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.